ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. ഇന്ന് കർക്കിടക വാവാണ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞങ്ങള് ചുമ്മാ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിട്ട് പോണത്. അതായത് ഒരു കർക്കിടക കറക്കത്തിനാണ് പോണത്. ഇപ്പൊ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ്. രാവിലെ തന്നെ നല്ല അടിപൊളി മഴയും ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ബീച്ചിലോട്ട് പോകാനായിരുന്നു ഞങ്ങൾക്ക് ആദ്യം തോന്നിയത്. എന്റെ സ്കൂൾ ടൈം മുതൽ എനിക്ക് ഈ ഒരു റൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റൂട്ടാണ്. SSLC ഒക്കെ പഠിക്കുന്ന സമയത്ത് മോർണിംഗ് സ്പെഷ്യൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ റൂട്ട് പോകുമ്പോ കിട്ടണ ഒരു ആംബിയൻസ്, ഒരു വൈബ് ഉണ്ടല്ലോ, അതിപ്പം ഒരു നൊസ്റ്റാൾജിയ പോലെ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ ബീച്ച് എത്താറായി. ഈ ഒരു ഭാഗത്ത് വെച്ച് ഒരു പ്രാവശ്യം മരം ഒടിഞ്ഞ് ഞങ്ങളുടെ തലയിൽ വീണിട്ടുണ്ടായിരുന്നു. ആ കഥയാണ് സെവൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് ഫോട്ടോ വെച്ച് കാണാൻ വന്ന ആൾക്കാർ അതൊന്ന് ശ്രദ്ധിച്ചേക്ക്. മരങ്ങൾ എപ്പോ വേണേലും തലയിലും മേത്തൊക്കെ വീഴാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സാധാരണ ഈ ഒരു ടൈമിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരുടെ, നടക്കാൻ പോകുന്ന ആൾക്കാരുടെ നല്ലൊരു തിരക്ക് ഈ ഒരു ഏരിയയിൽ കാണാറുണ്ട്. പക്ഷെ ഇന്ന് നല്ല മഴ ചെയ്ത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നത് അധികം ആൾക്കാരും ക്രൗഡൊന്നും ബീച്ചിലുണ്ടായിരുന്നില്ല. നോക്കിക്കേ, അതിന്റെ അവിടെ നിറച്ച് പരുന്ത്, മീനുണ്ടാ, ഇവിടെ മാത്രം ഒരു കൂട്ടം പരുന്ത്. ഇന്ന് വാവായത് കൊണ്ടിട്ട് തന്നെ കടല് നല്ല റഫായിരുന്നു, നല്ല ചെളിയൊക്കെ ആയിട്ട് കിടക്കണായിരുന്നു കടല്. ഇന്ന് ബലിയിടുന്ന ദിവസമായതുകൊണ്ട് തന്നെ കുറച്ചു പേരൊക്കെ ബീച്ചിൽ ബലിയിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബലിയിടണത് ഡയറക്റ്റ് കാണുന്നത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ രാവിലെ ഒരു റൈഡ് വന്നത് കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാൻ പറ്റി. അവിടെ ഒരു പുതിയ ഷിപ്പല്ല, പഴയ ഷിപ്പ് വന്നിട്ടുണ്ട്. വലിയ ഷിപ്പ്. എന്ത് ഷിപ്പായിരിക്കും? അത് CNG ആയിരിക്കും. CNG അത് ഗ്യാസ് ആണോ പെട്രോളോ? ശരി. കോപ്പാണ്, എന്റെ അറിയില്ല. വാ മഴയതുകൊണ്ടാണ് നല്ല തിരക്കില്ലല്ലേ. ഷാനുഖാന്റെ കടയില്ലേ ഇത്? അച്ചുക്കാന്റെ ചായക്കട. ഇവിടെ തിരക്ക് കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല, മഴയതുകൊണ്ടായി. മഴയായിട്ട് ആകെ ഇവന്മാര് മാത്രമാണ് റോട്ടേ കാണുന്നത്. ബാക്കി അങ്ങനെ ആ യൂഷ്വലായിട്ടുള്ള രാവിലത്തെ ആ തിരക്കൊന്നും ഫോർട്ട് കൊച്ചി കാണാനില്ല. എല്ലാരും പൊതച്ചു പിടിക്കണം ഉറങ്ങണമെന്ന്. ശങ്കറുമൊക്കെ ചരിഞ്ഞൊക്കെ പോകും. നേരെയല്ലേ അങ്ങോട്ട് പോണ്ടത്? ചരിഞ്ഞു പോണ്. അതിങ്ങനെ പോയിട്ട് അങ്ങോട്ട് കേട്ടോളൂ. ശരിക്കേ സുന്ദരിയായിട്ടുണ്ട്. വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇതിനുള്ള വെയിറ്റിംഗ്. ഒരു സവാളോടെ ഒരു 10
എടുക്ക്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചൂടപ്പവും മുട്ടക്കറിയും പിന്നെ ബീഫ് ചാപ്സും ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ കർക്കിടക ചികിത്സയല്ലേ, അല്ലെങ്കിൽ ഫുഡാ? അതെ അതെ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കുന്നുംപുറത്തുള്ള ഹോട്ടൽ സിറ്റി ലൈറ്റ് ആയിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇത് നമ്മൾ രാവിലെ എണീറ്റ് വർക്കൗട്ടിനായിട്ട് ജിമ്മിലല്ല പോയത്, ഹോട്ടൽ സിറ്റി ലൈറ്റിലാണ് വന്നത്. നല്ല വർക്കൗട്ടായിരുന്നു. അതെ അതെ അതെ. എങ്ങനെ വർക്കൗട്ട് ചെയ്തത്? ഇങ്ങനെ. അതെ. അതാ നോക്കൂ നമ്മുടെ പാർലർ ക്ലോ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പോ നേവൽ ബേസ്, എറണാകുളം നേവൽ ബേസിന് അങ്ങോട്ട് പോണേണ്. അവിടെ നമുക്ക് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്. പോണ വഴിക്ക് നമ്മള് പുതിയതായിട്ട് തോപ്പുംപടി വരുന്ന മാള് കൂടെ കണ്ടു. പെട്ടെന്നാണ് ഈ മാളുടെ പണി ഇത്രയായത്. അപ്പം പെട്ടെന്ന് നമുക്ക് കൊച്ചിക്ക് വേണ്ടിയിട്ടൊരു സൂപ്പർ മാള് വരുമെന്ന് പ്രതീക്ഷിക്കണം. ഹൈലൈറ്റ് മാളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ നമ്മൾ നേവൽ ബേസ് എത്തി. ഇനി നമ്മള് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആള് വന്ന് ആളെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് തേവരയിലുള്ള പഴയ പാലത്തിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ നാളായി ഈ പാലത്തിലോട്ടൊക്കെ കയറിയിട്ട്. രാവിലെയും പിന്നെ വൈകിട്ട് സമയത്തിലൊക്കെ ഇവിടെ ഒരുപാട് പേര് ചൂണ്ടിടുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി പോണത്. കുറെ ആൾക്കാരുണ്ടല്ലേ ഭാഗത്ത്. അത് കഴിഞ്ഞ് തോപ്പുംപടിയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി. കുറെ നാൾക്ക് ശേഷം കുറെ മീനിനെ കണ്ടു. വാങ്ങാന്ന് വിചാരിച്ച് ചെന്നതായിരുന്നു. പക്ഷെ മീനിന്റെ വില കേട്ടപ്പോ ചിക്കൻ വാങ്ങിക്കണതാണ് ബെറ്റർ എന്ന് തോന്നിപ്പോയി. അത്രയും വിലയായിരുന്നു. 1 കിലോന് 400 500 ആയിരുന്നു റേറ്റ് പറഞ്ഞത്. കിലോ മട്ടച്ചാണ എടുത്തോട്ടെ. അത് അല്ലാതെ കിളിമീൻ ഇന്നത്തെ മോർണിംഗ് കറക്കമൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മള് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോണേയിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴേക്കും പിന്നെയും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോയി. നമ്മ പഴംപൊരിയും ബോണ്ടയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വരില്ല എന്ന് പറഞ്ഞു. പഴംപൊരിയും കൊണ്ടമ്പൊരിയും രാവിലെ നേരത്തെ എന്നിട്ട് വലിയ മോശമില്ലല്ലേ? ഫുള്ള് ഹെൽത്തിയാണ്. അതെ, ഹെൽത്തി ആയിട്ട് പഴംപൊരിയും കൊണ്ടമ്പൊരി പഴംപൊരി കൊണ്ടമ്പൊരി ഇത് നമ്മക്കല്ലെന്ന് പറ. അതെ, ഇത് ഞങ്ങൾക്കല്ലട്ടാ. ഇത് വീട്ടില് അമ്മയുടെ മീറ്റിംഗ് ഉണ്ട്, കുടുംബശ്രീ മീറ്റിംഗ്. ആ കുടുംബശ്രീയാ സൊസൈറ്റിയാ അങ്ങനെ എന്തോ. എന്തായാലും കുറെ ആന്റിമാരാണ്, അവരുടെ മീറ്റിംഗ്. അപ്പൊ അവർക്ക് കൊടുക്കണം. അല്ലാണ്ട് എല്ലാം കൂടി ഞങ്ങൾക്ക് പിന്നെ അല്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതെ, അത് ഭയങ്കര ഹെൽത്തി ആയിരുന്നു. അതെ അതെ, ബീഫ് ചാപ്സും പിന്നെ മുട്ടക്കറി, അപ്പം,
പിന്നെ ഒരു സവാളയുടെ ഒരു പത്തിരി, 2 ചായ. വളരെ മിതമായ രീതിയിലാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ജിമ്മിൽ പോകാൻ കാരണം ഫുഡെങ്കിലും നന്നായിട്ട് നോക്കാൻ അല്ലേ? വീട്ടിലെത്തിയിട്ട് പാർലറിലെ ക്യാമറ നമ്മൾ നോക്കണമായിരുന്നു. അപ്പം നമ്മുടെ പിള്ളേർ ക്ലീനിങ്ങും രാവിലത്തെ മോർണിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ക്യാമറയിൽ കൂടെ നമുക്ക് സംസാരിച്ച് അവരെ പേടിപ്പിക്കാൻ കുറച്ചിടം. എന്തൊക്കെയുണ്ട് വിശേഷം? ചിരിച്ചു. ഒരു ഹായ് പറഞ്ഞ എല്ലാരും കൂടെ. ഹായ്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ കറക്ക വീഡിയോ. ഇനി നമുക്ക് 10 മണിയായി, വർക്കിന് കയറണം. അപ്പൊ ലാപ്പൊക്കെ ഇട്ട് ഞാൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കണം. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.